ഓക്കെ കുട്ടികളെ, ഇന്ന് നമുക്ക് ഇലക്ട്രിസിറ്റീനെ പറ്റി പഠിക്കാം. എന്താണ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ്. അതെങ്ങനെ ഉണ്ടാകുന്നത്? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ കണ്ടക്ടർ. മൂവ്മെൻറ്റ് ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജീനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടർ എന്താണെന്ന് നമുക്കറിയാം. അത് ചില ടൈപ്പ് ഓഫ് മെറ്റീരിയലുകളാണ്. അത് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കും. അതേസമയം ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി അത് കടത്തിവിടില്ല. കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് കോപ്പർ, അയേൺ, അങ്ങനത്തെയുള്ള മെറ്റൽസ് എല്ലാം തന്നെ കണ്ടക്ടേഴ്സാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിലൊക്കെ നമ്മളത് പഠിക്കും. ഇനി ഇൻസുലേറ്ററിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റബ്ബർ, ഗ്ലാസ്, പേപ്പർ, അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന വയറുകൾ കോപ്പർ വയറുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? ഇനി ഇലക്ട്രിക് ചാർജ് 2 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രിക് ചാർജ് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. സെല്ലിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സെല്ലിനെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ വലിയൊരു ലൈനിലായി ഡിനോട്ട് ചെയ്യും, നെഗറ്റീവ് ടെർമിനലിൽ ചെറിയ ലൈനായിട്ട് ഡിനോട്ട് ചെയ്യും. ഇലക്ട്രിക് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. മാഗ്നറ്റിക് ഫീൽഡിനെ പോലെ തന്നെ ഇവിടെയും പോസിറ്റീവായിട്ടുള്ള 2 ടെർമിനൽ റിപ്പൽ ഈച്ച് അതർ, നെഗറ്റീവായിട്ടുള്ള 2 ടെർമിനൽ വരുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരുമ്പോൾ അട്രാക്ട് ഈച്ച് അതർ. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആംബിയറാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് തന്നെയാണ്. അതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയറിലാണ് പറയുക. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ I ആയിട്ടാണ് അതിൻ്റെ ഡിനോട്ടേഷൻ. ഇനി ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ത്രൂ വിച്ച് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ്. 2 തരം സർക്യൂട്ട് നമുക്ക് പറയാം, ക്ലോസ്ഡും ഓപ്പണും. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിലാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. പിന്നെ നമുക്ക് മെയിൻ പാർട്സ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് അതിനകത്ത് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാവണം. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെർമിനൽ, ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. ബാറ്ററി എന്ന് പറയുമ്പോൾ 2 or more സെൽസ് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് അത് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി അതിനകത്തൊരു കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും. സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാവും. പിന്നെ സ്വിച്ച് ഉണ്ടാവും. സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ ഓപ്പണും ക്ലോസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് ഉപയോഗിക്കുക. പിന്നെ ബൾബ് അല്ലെങ്കിൽ ഇലക്ട്രിക് അപ്ലയൻസസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ വരും. ഇനി ഇലക്ട്രിക് സെൽ ഈസ് എ സോഴ്സ് ഓഫ് എനർജി. ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജിയാണ്. അതിന് പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുണ്ട്. ബാറ്ററിയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് അതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണത്. ഇലക്ട്രിക് ബൾബ് ഇതിനകത്ത് വരുന്നൊരു ഇതാണ്. ഇലക്ട്രിക് ബൾബിൽ നമ്മൾ ഫിലമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ഫിലമെൻറ്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റീരിയലായിരിക്കും. സാധാരണയായിട്ട് ഇലക്ട്രിക് ബൾബിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ടങ്സ്റ്റൺ ആണ്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് കൊണ്ട് അതൊരിക്കലും പെട്ടെന്നത് മെൽറ്റായി പോവില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പ്രോപ്പർട്ടീസ് 2 തരമുണ്ട് ഇലക്ട്രിസിറ്റിക്ക്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയും. അതാണ് 8th സ്റ്റാൻഡേർഡിൽ ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന 2 പ്രോപ്പർട്ടീസ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് അയേണിലും പിന്നെ റൂം ഹീറ്റർ, ഇലക്ട്രിക് കെറ്റില്, ടോസ്റ്റർ, ഗീസർ, ഇതിലൊക്കെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഡെയിലി വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്ററുകൾ, ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഒരു മെറ്റൽ കണ്ടക്ടറിൽ കൂടെ ഹീറ്റ് പോകുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഹീറ്റ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിന് കണ്ടക്ടർ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓരോ മെറ്റീരിയൽ അനുസരിച്ചും ആ ഇലക്ട്രിസിറ്റി റെസിസ്റ്റൻസിൻ്റെ അളവ് മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ഉള്ളിടത്ത് ഹീറ്റിംഗ് എഫക്റ്റ് കൂടുതലായിരിക്കും. ഇനി അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസസ് ഏതിനൊക്കെയാണെന്ന് കണ്ടു. ഇലക്ട്രിക് അയേണിലും റൂം ഹീറ്ററിലും അതുപോലെ ഗീസർ, അങ്ങനെ ഇലക്ട്രിക് ബൾബ്, ഇതിലൊക്കെയാണ് അതിൻ്റെ യൂസ് വരിക. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ വരിക. ഇനി ഇലക്ട്രിക് ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. ഫ്യൂസ് ഒരു സേഫ്റ്റി ഡിവൈസാണ്. അത് ഒരു തിൻ വയർ ഉണ്ടാവും, അതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ലോങ് മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയൽ ബ്രേക്ക് ആവും. അപ്പോൾ അവിടെ ആ സർക്യൂട്ട് ബ്രേക്കായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, വീടുകളിലും ഓഫീസുകളിലും ഒക്കെയുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡാമേജ് കുറയ്ക്കാൻ പറ്റും.
പിന്നെ ഫയേഴ്സ്, ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലം കൊണ്ട് വരുന്ന ഫയേഴ്സൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഒത്തിരി കറണ്ട് പാസ് ചെയ്യുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റനിങ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴിയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മൊത്തം സർക്യൂട്ട് ബ്രേക്ക് ആവും. നമുക്കറിയാം ഫ്യൂസ് പോയി നമുക്കത് വീണ്ടും കെട്ടണം എന്നൊക്കെ നമ്മൾ പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു സേഫ്റ്റി ഡിവൈസാണ്. അതാണ് ഇലക്ട്രിക് ഫ്യൂസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം, വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്യൂസ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അതിൻ്റെ യൂസസ് എന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ ചോദ്യം വരുമ്പോൾ നമുക്കതനുസരിച്ച് എഴുതാം. യൂസസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ഇലക്ട്രിക് ഫയേഴ്സ്, പ്രൊട്ടക്ട്സ് അവർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇപ്പോൾ TV, ഫ്രിഡ്ജൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിലൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് കൂടുകയും കുറയുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയുന്നു. ഇനി അടുത്ത് നമുക്ക്, അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ യൂസസും ഒക്കെ കണ്ടു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. മാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടുപിടിച്ചതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ്. 1820 ഈ ഒരു ഫിനോമിനൻ അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അത് അദ്ദേഹം ലബോറട്ടറിയിൽ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്ന് നോക്കുമ്പോൾ കറണ്ട് ക്യാരിയിങ് ഒരു വയറിൻ്റെ അടുത്തിരുന്ന ഒരു കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം അത് കണ്ടുപിടിക്കുന്നത്. വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ എ വയർ ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അതായത് ഒരു അയൺ, ഇപ്പോൾ അതിനെ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഫോം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു അയൺ ബാറിൽ ഒരു കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ കോയിൽ ചെയ്ത് വെച്ചിട്ട് റൗണ്ടായിട്ട് ചുറ്റിയിട്ട് അതിനൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്നിട്ട് അത് സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യില്ല വയറിൽ കൂടെ. അപ്പോൾ അടുത്തെവിടെ കോമ്പസ് നീഡിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയപ്പോൾ അത് കറക്റ്റാണെന്ന് തെളിഞ്ഞു. അതായത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഈസ് എ ടെമ്പററി മാഗ്നറ്റ് മെയ്ഡ് ബൈ വൈൻഡിങ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൗണ്ട് എ സോഫ്റ്റ് അയൺ കോർ പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്. കറണ്ട് അതിൽ പാസ് ചെയ്യുമ്പോൾ ഒരു അയൺ ബാറിൽ കോപ്പർ കോയിൽ, ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ, ഏതെങ്കിലും കണ്ടക്ടർ ആയാലും മതി, അതൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് അതിൽ പാസ് ചെയ്യിക്കുമ്പോൾ അതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്ത് പല കാര്യങ്ങളോട് ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഡിപ്പെൻഡ് ചെയ്യാം. എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അയൺ കോറിൻ്റെ സ്ട്രെങ്ത്ത്, നമ്മൾ എത്ര വലിയ മാഗ്നറ്റാണോ എടുക്കുന്നത്, അയൺ സോഫ്റ്റ് അയൺ ആണോ എടുക്കുന്നത്, അതനുസരിച്ച് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്വാണ്ടിറ്റി വേരി ചെയ്യും. ഇതിൻ്റെ യൂസസ് വരുന്നത് ഇലക്ട്രിക് ബെൽസിൽ വരും. ക്രെയിൻസ് നമ്മൾ മെറ്റീരിയൽസൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ക്രെയിൻസിൽ നമുക്ക് ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോഴ്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലൗഡ് സ്പീക്കറിലും ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ 2 പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ ഇതിൽ കണ്ടത്. ക്ലാസ് 8 CBSEയിൽ 2 തരം പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ നോക്കുന്നത്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയും ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയും, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ അതിൻ്റെ യൂസസ്. പിന്നെ ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ള ഡെഫിനേഷൻ പഠിക്കണം. ഇലക്ട്രിസിറ്റി എന്താണെന്ന് നോക്കണം, അതിൻ്റെ യൂണിറ്റ് നോക്കണം. പിന്നെ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ I ആണ്. പിന്നെ ഈ 2 എഫക്റ്റും ഇലക്ട്രിക് ഫ്യൂസ് എന്താണെന്ന് പഠിക്കണം. പിന്നെ ഇതിനകത്ത് നോക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ നന്നായിട്ട് ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.